ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ SSLC കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഭാവിയിൽ സിവിൽ സർവീസ് എക്സാമിനേഷൻ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ട്രീമാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്നറിയോ, നമ്മുടെ UPSC കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു എക്സാമിനേഷൻ്റെ സിലബസ് നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഇതിനകത്തുള്ള ഒരു മേജർ പാർട്ട് എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹ്യൂമാനിറ്റീസ് ഇപ്പോഴേ പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് അത് കുറച്ചുകൂടി ക്രാക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും. നെക്സ്റ്റ് വരുന്നൊരു ഓപ്ഷനാണ് LLB കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അഡ്വക്കേറ്റ് ആവണമെങ്കിൽ അഥവാ വക്കീലാവണമെന്നുണ്ടെങ്കിലും നമുക്ക് ഹ്യൂമാനിറ്റീസ് ഒരു ബെറ്റർ ചോയ്സ് ആണ്. നെക്സ്റ്റ് വരുന്ന ഒരു ഓപ്ഷനാണ് ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോൾ മാധ്യമ പ്രവർത്തകരാണ് കേട്ടോ. മീഡിയ റിലേറ്റ് ചെയ്ത് വരുന്ന ജോബ്സാണ്. അതിലോട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്കും ഈ ഒരു ഹ്യൂമാനിറ്റീസ് സ്ട്രീം വളരെയധികം ബെറ്റർ ആയിരിക്കും. നെക്സ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഓപ്ഷനാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. നമ്മുടെ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലും സ്പെഷ്യലൈസ് ചെയ്ത് ടീച്ചിങ്ങിലോട്ട് പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്ന ഒരു നല്ലൊരു ഓപ്ഷനാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. +2 കഴിഞ്ഞ് നേരിട്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സിലോട്ടൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾക്കകത്ത് വരുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ സൈക്കോളജിയിലോട്ടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള ലെവലിലോട്ടൊക്കെ ഒരു പൊസിഷനിലോട്ടൊക്കെ എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ്. സോഷ്യൽ വർക്കർ എന്നുള്ളതും നമ്മുടെ ഹ്യൂമാനിറ്റീസ് സ്ട്രീം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇങ്ങനെ സോഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഫീൽഡിലോട്ട് പോകാം. നമ്മുടെ ഹ്യൂമാനിറ്റീസ് സ്ട്രീമിൽ വരുന്ന ഓരോ സബ്ജക്ട്സും സ്പെഷ്യലൈസ് ചെയ്തൊക്കെ ജിയോളജിസ്റ്റ്, ഹിസ്റ്റോറിയൻ, ആർക്കിയോളജിസ്റ്റ് പോലുള്ള വളരെയധികം ഉയർന്ന പൊസിഷനിലോട്ടൊക്കെ എത്തപ്പെടാനും ഹ്യൂമാനിറ്റീസ് സ്ട്രീം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന ഒരു ഓപ്ഷനാണ് ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് സ്ട്രീം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൺടർപ്രണർഷിപ്പ് ഒരു ബിസിനസ് മേഖലകളിലോട്ടൊക്കെ നമുക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നോർമലി എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ടാണ് ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും എൻട്രൻസ് ടെസ്റ്റ് എഴുതാൻ പറ്റുമോ എന്നുള്ളത്. ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു എൻട്രൻസ് ആണ് CUET എന്ന് പറയുന്നത്. അതിൻ്റെ അബ്രിവേഷൻ ഞാൻ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ടെസ്റ്റ് നമ്മൾ പാസ്സാവുകയാണെങ്കിൽ +2 ശേഷം നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് നമ്മൾ പാസ്സാവുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്ത്യയിലുള്ള മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ നമുക്ക് നെക്സ്റ്റ് കോഴ്സ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എന്ന് പറയുമ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് പോലുള്ള മികച്ച യൂണിവേഴ്സിറ്റികളിലൊക്കെ നമുക്ക് പഠിക്കാനുള്ളൊരു ഓപ്ഷൻസ് നമുക്ക് ഇത് തരുന്നുണ്ട്. ഒരു ഗവൺമെൻറ് ജോബാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ സ്വപ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു ഫീൽഡാണ് PSC എന്ന് പറയുന്നത്. ഹ്യൂമാനിറ്റീസുമായിട്ട് ഇതിന് എന്ത് ലിങ്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ PSCയുടെ സിലബസിലൊക്കെ സയൻസ് പോർഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, മാത്സൊക്കെ. പക്ഷേ എങ്കിലും ജനറൽ നോളജിൽ ബേസ് ചെയ്ത് വരുമ്പോൾ കൂടുതൽ ഭാഗവും നമുക്ക് ഹിസ്റ്ററി, ജോഗ്രഫി പോലുള്ള മേഖലകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് ഹ്യൂമാനിറ്റീസ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് PSCയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കരിയർ ഓപ്ഷൻസിനെ പറ്റിയിട്ടാണ്. പക്ഷേ എപ്പോഴും ഓർത്തിരിക്കുക, ഇത്രയും മാത്രമല്ല നമ്മുടെ കരിയർ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഓരോ സബ്ജക്റ്റും സ്പെഷ്യലൈസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ അനന്തമായ സാധ്യതകൾ നമുക്ക് ഹ്യൂമാനിറ്റീസ് സ്ട്രീം നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പം നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നതെന്ന് പറയുമ്പോൾ പലരും നമുക്ക് എന്താ പറയുക, അതിനൊരു കൃത്യമായിട്ടൊരു സപ്പോർട്ട് നമുക്ക് കിട്ടണമെന്നൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എടുക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാമെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ ലൈഫിൽ ഒരു ബാഡ് ചോയ്സ് അല്ല നമ്മൾ ഹ്യൂമാനിറ്റീസ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. അത് ഏറ്റവും നമുക്ക് നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും. നമുക്ക് എപ്പോഴും ഓർക്കാൻ പറ്റുന്ന ഒരു ചോയ്സ് തന്നെയായിരിക്കും. സോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.